എന്ത് തെറ്റും കാണിച്ചതിന് ശേഷം ആണ്ടിലൊരിക്കൽ ഒരു നല്ല തുക നേർച്ചയിട്ടാൽ ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്നത് യുക്തിക്ക് ചേരുന്നതല്ലല്ലോ. ദൈവം അവനെ അംഗീകരിക്കാത്ത ആളുകളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ചിന്തിക്കുന്നത് തന്നെ മഠേതരമല്ലേ? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അന്ധകാരത്തിലായിരുന്ന ജനത്തെ വിളിച്ച് തൻ്റെ സ്വന്തം ജനമാക്കി തീർത്തതിൻ്റെ ദൈവിക ഉദ്ദേശം വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമായിരിക്കുക എന്നതാണ് അവിടുത്തെ പദ്ധതി. അതിനാൽ ഈ ലോകത്തോട് അനുരഞ്ജനപ്പെടാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഒരു ദൈവ പൈതൽ ബാധ്യസ്ഥനാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെയും വിശുദ്ധീകരിച്ചതിൻ്റെയും അഭിഷേകം ചെയ്തതിൻ്റെയും ഉദ്ദേശം തിരിച്ചറിഞ്ഞ് അതിന് യോജ്യമായ ഒരു ജീവിത നിലവാരം കാത്തു സൂക്ഷിക്കുവാൻ ഓരോ ദൈവ പൈതലും കടപ്പെട്ടിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 30-ാം അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തീയ പ്രാർത്ഥന ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക അംഗവിന്യാസത്തിൽ ഇരുന്നോ നിന്നോ ചെയ്യുന്നതല്ല. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം നാം സകലതും സദാ ദൈവബോധത്തിലും ദൈവവുമായുള്ള ബന്ധത്തിലും കാണുക എന്നത്രേ. അത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്, നിങ്ങൾ ദൈവവുമായുള്ള സംസർഗത്തിലാകുന്നു എന്ന് ഉറപ്പുവരുത്തുക. ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അത് ഏറ്റുപറയണം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നമുക്കായിരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ എല്ലാം ദൈവത്തോടൊപ്പം കാണുന്ന മനോഭാവം ഉണ്ടായിരിക്കുക. സകലതും ദൈവവുമായുള്ള ബന്ധത്തിൽ, ദൈവബോധത്തിലായിത്തീരുന്ന ഒരവസ്ഥ. ജീവിതം ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മുന്നിട്ട് നിൽക്കുന്ന ആ സ്ഥിതി. ഉദാഹരണത്തിന്, മറ്റൊരാളുടെ കഷ്ടത നാം കാണുമ്പോഴും കേൾക്കുമ്പോഴും അവരിൽ ദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ അറിയുവാനും അറിഞ്ഞവർ തങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ദൈവത്തോട് അടുത്തു വരുവാനും അപേക്ഷിക്കുക. ദൈവിക ചിന്തയിൽ നമ്മൾ കൂടുതൽ മുഴുകുമ്പോൾ നാം മറ്റുള്ളവരെ ദൈവിക വീക്ഷണത്തിൽ കാണുവാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നാം കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളായി മാറും. നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നു എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു അപരിചിതനെ പരിചയപ്പെടുന്നു. ആരെങ്കിലും വന്ന് അവരുടെ ഭാരം നിങ്ങളുമായി പങ്കിടുന്നു. നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നത്. ദൈവബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും കരുതലുള്ള വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ ഓർക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പുറപ്പാട് പുസ്തകത്തിൽ ധൂപപീഠത്തെക്കുറിച്ച് പറയുന്നു. ധൂപപീഠത്തിലെ നിരന്തര ഹോമയാഗം ഇതത്രേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മരുഭൂമിയിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ സമാഗമന കൂടാരത്തെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ എല്ലാ ഉപകരണങ്ങളും ക്രിസ്തുവിൻ്റെ ആളത്വത്തെ അല്ലെങ്കിൽ ശുശ്രൂഷയെ പ്രതിനിധീകരിച്ചിരുന്നു. അതേസമയം ഓരോ ഉപകരണവും ഒരു ക്രിസ്തുവിശ്വാസിയുടെ ആത്മീയ ആരോഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതുമായിരുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായി അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന നിയമപ്പെട്ടകത്തോടെ ഏറ്റവും അടുത്തായിരുന്നു ധൂപപീഠം. ഓർക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ സദാ ദൈവസാന്നിധ്യത്തിലാണ്. ധൂപപീഠം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പുരോഹിതന്മാരുടെ സ്ഥാനാരോഹണമാകുന്നു പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിലെ വിഷയം. ഇത് വളരെ നീണ്ട ഒരു അധ്യായമാകുന്നു. ഇത് മുഴുവനും വായിക്കുന്നത് അത്ര ആവേശകരവും രസകരവുമായി തോന്നിയെന്ന് വരില്ല. എന്നാൽ ഈ അധ്യായത്തിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിൽ ഉന്നതമായ അനേകം ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഏതായാലും 29-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടതെന്തെന്നാൽ ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത 2 ആട്ടുകൊറ്റനെയും പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എടുക്കണം. ഗോതമ്പ് മാവ് കൊണ്ട് അവ ഉണ്ടാക്കണം. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാരോഹണം അഥവാ കരപൂരണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ സ്വയം തനിക്കായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ദൈവം അവനായി ചെയ്യുന്ന ഒരു കാര്യമാണത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർത്തിയാക്കപ്പെട്ട പ്രവർത്തനത്തിലാണ് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അവിടെ തന്നെ അത് ആയിരിക്കേണ്ടതാണ്. 3-4 വാക്യങ്ങളിൽ അവ ഒരു കുട്ടയിൽ വെച്ച് കാളയോടും 2 ആട്ടുകൊറ്റനോടും കൂടെ കുട്ടയിൽ കൊണ്ടുവരേണം. അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. കഴുകൽ രക്ഷയുടെ പ്രതീകമായിട്ടാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. തീത്തോസിന് പൗലോസ് എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം അഥവാ കഴുകൽ പുനർജനന സ്നാനം ആകുന്നു. അതായത് രക്ഷയെ സൂചിപ്പിക്കുന്ന കഴുകൽ എന്ന അർത്ഥത്തിലാണ്. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നതും, പിന്നെ വസ്ത്രമെടുത്ത് അഹ്റോനെ ഉള്ളങ്കിയും ഏഫോദിൻ്റെ അങ്കിയും ഏഫോദും പതക്കവും ധരിപ്പിച്ച് അവൻ്റെ അരയ്ക്ക് ഏഫോദിൻ്റെ നടുക്കെട്ട് കെട്ടണം. അവൻ്റെ തലയിൽ മുടി വെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വയ്ക്കണം. പിന്നെ അഭിഷേക തൈലമെടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. അവൻ്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അങ്കി ധരിപ്പിക്കണം. അഹ്റോൻ്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കണം. പൗരോഹിത്യം അവർക്ക് നിത്യാവകാശമായിരിക്കണം. പിന്നെ നീ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും കരപൂരണം ചെയ്യണം. ഇവിടെ കരപൂരണം അതായത് പുരോഹിതന്മാരായി അവരോധിക്കണം എന്നത്രേ പറയുന്നത്. അത് നാം ചെയ്യുന്ന എന്തെങ്കിലുമല്ല, മറിച്ച് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഞാനെന്ത് വാഗ്ദാനം ചെയ്താലും അത് നിവർത്തിക്കുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല, മറിച്ച് ദൈവസന്നിധിയിലേക്ക് ഞാൻ വെറും കൈയോടെ വരുന്നു. എൻ്റെ കുറവുകളെ ഏറ്റുപറയുന്നു. എൻ്റെ കഴിവുകേടിനെ സമ്മതിച്ച് ദൈവം പ്രവർത്തിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മോശയുടെയും ഏലിയാവിൻ്റെയും ദാവീദിൻ്റെയും ശമൂവേലിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ പ്രാർത്ഥന വായിച്ചാൽ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. അവരാരും തങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചിട്ടോ തങ്ങൾ ആരെങ്കിലും ആണെന്ന ചിന്തയിലോ തങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തത് കൊണ്ടോ അല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നത്. നമ്മുടെ കഴിവുകൾ എത്ര പരിമിതമാണ്. നമ്മുടെ കഴിവുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. വെറും കൈയായി ദൈവസന്നിധിയിലേക്ക് വന്ന് അവിടുന്ന് നമ്മുടെ കരങ്ങളെ നിറയ്ക്കുവാൻ അപേക്ഷിക്കുകയാണ് നാം ചെയ്യേണ്ടത്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ വരുത്തണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും കാളയുടെ തലമേൽ കൈവയ്ക്കണം. കൈവെപ്പ് കൊണ്ട് ഏതോ ശക്തി പകരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട്. അധികാരം കാണിപ്പാനും കൈവെക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നല്ല കൈവെപ്പിൻ്റെ ഉദ്ദേശം. ഒരു മൃഗത്തിൻ്റെ മേൽ കൈവെക്കുന്നത് ആ മൃഗവുമായി ഏകീഭവിക്കുന്നതിനെയാണ് അർത്ഥമാകുന്നത്. ഒരു പാപിയായ മനുഷ്യൻ യാഗപീഠത്തിങ്കൽ വന്ന് താൻ കൊണ്ടുവന്ന മൃഗത്തിന്മേൽ തൻ്റെ കൈ വയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ മൃഗം അവൻ്റെ സ്ഥാനം വഹിക്കുന്നു എന്നാണ്. ഇവിടെ മൃഗം അഹ്റോൻ്റെ സ്ഥാനമേറ്റെടുത്തു. അവൻ ഒരു പാപിയായതിനാൽ മൃഗം അവന് പകരം മരിക്കേണ്ടി വരുന്നു. ഇത് ഹോമയാഗമാകുന്നു. ഈ യാഗങ്ങളെക്കുറിച്ച് വിശദമായി ലേവ്യ പുസ്തകത്തിൽ നാം പഠിക്കുന്നതാണ്. താമ്ര യാഗപീഠമായി പറഞ്ഞിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഹോമയാഗത്തിനുള്ള യാഗപീഠം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെയാണ് മുഖ്യയാഗം കഴിച്ചിരുന്നത്. മുഖ്യയാഗമായ ഹോമയാഗം
ഒന്നാമത്തേതും ക്രിസ്തുവിൻ്റെ ആളത്വത്തെ കുറിക്കുന്നതുമായിരുന്നു. അവിടുന്ന് ആരാകുന്നു എന്നത് കാണിച്ചു തരുന്നു. യാഗപീഠം കാണിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ്. ഇനി നാം 26ഉം 27ഉം വാക്യങ്ങളാണ് നോക്കുന്നത്. 29-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. പിന്നെ അഹരോൻ്റെ കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റൻ്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്യണം. അത് നിൻ്റെ ഓഹരിയായിരിക്കും. അഹ്റോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റൻ്റെ നീരാജനവും ഉദർച്ചയുമായി നീരാജനാർപ്പണമായ നെഞ്ചും ഉദർച്ചാർപ്പണമായ കൈക്കുറകും നീ ശുദ്ധീകരിക്കണം. ലേവ്യപുസ്തകത്തിൽ വേറൊരു യാഗത്തിൻ്റെ ഒരു ഭാഗം അഹ്റോനും പുരോഹിതന്മാർക്കും അവരുടെ വീതമായി അല്ലെങ്കിൽ ഓഹരിയായി കൊടുത്തിരുന്നു എന്നാണ് കാണുന്നത്. ലേവ്യർക്ക് കൃഷി ചെയ്യുവാൻ ദേശത്ത് നിലമൊന്നും കൊടുത്തിരുന്നില്ല. അതിനാൽ ഈ പറഞ്ഞതുപോലെയാണ് അവരുടെ ആവശ്യങ്ങൾ സന്ധിക്കപ്പെട്ടത്. ലേവ്യർ സമാഗമന കൂടാരത്തിലും പിന്നീട് ദൈവാലയത്തിലും ശുശ്രൂഷിക്കേണ്ടിയിരുന്നു. അവിടെയെല്ലാം യാഗത്തിൻ്റെ ഒരു വീതം അവർക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് നിരന്തര ഹോമയാഗത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഞാൻ 38-ാം വാക്യമാണ് വായിക്കുവാൻ പോകുന്നത്. 38-ാം വാക്യം. യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടതെന്തെന്നാൽ ദിവസം തോറും നിരന്തരം 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടി, ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം, മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരത്ത് അർപ്പിക്കണം. ഇടിച്ചെടുത്ത കാൽഹീൻ എണ്ണ പകർന്നിരിക്കുന്ന ഒരു ഇടങ്ങഴി നേരിയ മാവും പാനീയയാഗമായി കാൽഹീൻ വീഞ്ഞും ആട്ടിൻകുട്ടിയോടുകൂടെ അർപ്പിക്കണം. ഈ യാഗം എല്ലാ ദിവസവും അർപ്പിക്കേണ്ടിയിരുന്നതാണ്. ഒരു കുഞ്ഞാടിനെ രാവിലെയും വേറൊരു കുഞ്ഞാടിനെ വൈകുന്നേരവും അർപ്പിച്ചിരുന്നു. തങ്ങളുടെ പാപം മരണശിക്ഷയ്ക്ക് യോഗ്യമാണെന്നും തങ്ങൾക്ക് പകരം ആരെങ്കിലും മരിക്കണമെന്നും ജനങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിരന്തര ഹോമയാഗം കഴിച്ചിരുന്നത്. പാപത്തിൻ്റെ പരിഹാരമായി രക്തം ചൊരിയേണ്ടതുണ്ട്. എബ്രായർക്കുള്ള ലേഖനത്തിൽ നാം ഈ പ്രമാണം കാണുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഈ വാക്യം ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. കാളകളുടെയും കോലാട്ടുകൊറ്റൻ്റെയും കുഞ്ഞാടിൻ്റെയും രക്തത്തിന് പാപത്തെ നീക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിന് അത് കഴിയും. കർത്താവ് പാപത്തെ കൈകാര്യം ചെയ്തു. അവൻ ഒരിക്കൽ മാത്രമാണ് മരിച്ചത്. ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കലായി പ്രത്യക്ഷനായി. അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. നാം ഇനിയും പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമാഗമന കൂടാരം നിർമ്മിക്കുന്നതും അതിലെ ഉപകരണങ്ങൾ ക്രമീകരിക്കുന്നതുമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 30-ാം അധ്യായത്തിൽ ആരാധനയാണ് പ്രധാന വിഷയം, അതായത് ധൂപപീഠം. സമാഗമന കൂടാരത്തിൻ്റെ 1-ാമത്തെ ഭാഗത്ത്, അതായത് വിശുദ്ധ സ്ഥലത്ത്, നാം 3 ഉപകരണങ്ങളാണ് കാണുന്നത്. പ്രാകാരം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലം. ഈ 3 ഉപകരണങ്ങളും ആരാധനയെ സൂചിപ്പിക്കുന്നവയാണ്. പൊന്നുകൊണ്ടുള്ള നിലവിളക്കിനെക്കുറിച്ചും കാഴ്ചയപ്പത്തിൻ്റെ മേശയെക്കുറിച്ചും നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അവിടെ ഒരു യാഗപീഠം കൂടിയുണ്ട്, അതാണ് ധൂപപീഠം. കാഴ്ചയപ്പത്തിൻ്റെ മേശയും സ്വർണ്ണ നിലവിളക്കും ദൈവജനം ഒന്നിച്ചുകൂടി കൂട്ടായ്മ അനുഭവിക്കുന്നതിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. കതിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവും ആയിരിക്കണം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഇതൊരു ചെറിയ യാഗപീഠമായിരുന്നു എന്നാണ് ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 3ഉം 4ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അതിൻ്റെ മേൽപ്പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും, ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിന് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ അതിൻ്റെ വക്കിന് കീഴെ ഇരുപുറത്തും 2 പൊൻവളയവും ഉണ്ടാക്കണം. അതിൻ്റെ 2 പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം. തണ്ട് ചെലുത്തി പുരോഹിതന്മാരുടെ ചുമലിൽ ചുമന്നുകൊണ്ടു പോകുവാൻ തക്കവണ്ണം ഉണ്ടാക്കിയിരുന്നതിനാൽ ഇതിന്
വളയങ്ങളുണ്ടായിരുന്നു. മരുഭൂമി യാത്രയിൽ ലേവ്യർ സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങൾ ചുമന്നിരുന്നു എന്നാണ് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന് മീതെയുള്ള കൃപാസനത്തിൻ്റെ മുമ്പിലും ഇരിക്കുന്ന തിരശീലയ്ക്ക് മുമ്പാകെ അത് വയ്ക്കണം. ഈ പറഞ്ഞ ധൂപപീഠം തിരശീലയുടെ മുൻപിലായിരുന്നു വെച്ചിരുന്നത്. തിരശീലയുടെ മറുവശത്ത് പെട്ടകവും നിയമപ്പെട്ടകം, കൃപാസനവും ഉണ്ടായിരുന്നു. ഇത് ആരാധനയുടെ സ്ഥലമായിരുന്ന വിശുദ്ധ സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. 7-8 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അഹ്റോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടേണം. അവൻ ദിനംപ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടേണം. അഹ്റോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടേണം. അത് തലമുറ തലമുറയായി യഹോവയുടെ മുൻപാകെ നിരന്തര ധൂപം ആയിരിക്കണം. ഇത് യാഗത്തിനുള്ള പീഠമായിരുന്നില്ല. ഇനി 9-ാം വാക്യം നോക്കിക്കേ. നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയയാഗം ഒഴിക്കുകയുമരുത്. ഒരു പ്രത്യേക തരം ധൂപം മാത്രം ഈ പീഠത്തിന്മേൽ അർപ്പിക്കേണ്ടതാണ്. പുരോഹിതന്മാർ നിലവിളക്ക് കത്തിക്കുവാൻ പോകുന്ന സമയത്തൊക്കെയും അവർ ധൂപം കത്തിക്കണം. ബൈബിളിലെ പല ഭാഗങ്ങളിൽ ധൂപം പ്രാർത്ഥനയുടെ പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഈ പീഠം, ധൂപപീഠം, പ്രാർത്ഥനയെ കുറിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതത്രേ. ഉദാഹരണമായി 141-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദാവീദ് പാടി, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ സ്വർഗത്തിലെ ആരാധനയുടെ ദർശനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിനും വളരെ ധൂപവർഗം അവന് കൊടുത്തു. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. സക്കറിയാവ് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ സക്കറിയാവിനെ കുറിച്ചാണല്ലോ നാം വായിച്ചത്. സക്കറിയാവ് മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്തു. അവൻ ധൂപപീഠത്തിങ്കലാണ് ശുശ്രൂഷ ചെയ്തിരുന്നതെന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് പ്രാർത്ഥനയുടെ സമയമായിരുന്നു. സക്കറിയ പുരോഹിതനെ ധൂപപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവനായി പരിചയപ്പെടുത്തിക്കൊണ്ട് വൈദ്യനായ ലൂക്കോസ് തൻ്റെ പുസ്തകം ആരംഭിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ധൂപപീഠത്തിങ്കൽ സക്കറിയാവിന് തൻ്റെ ദൂത് നൽകിക്കൊണ്ട് 400 വർഷങ്ങൾ നീണ്ട നിശബ്ദതയെ ദൈവം ഭഞ്ജിക്കുന്നു. അതിനാൽ ധൂപം നമ്മുടെ മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിത്രമാണ്. അഹ്റോൻ ആരാധനാ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തിരുന്നു. ക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണെങ്കിലും ഈ പ്രത്യേക സ്ഥാനത്ത് അഹ്റോൻ യേശുക്രിസ്തുവിനെയാണ് ചിത്രീകരിക്കുന്നത്. എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ നാം ഒരു വിചിത്രമായ കാര്യം കാണുന്നുണ്ട്. ധൂപപീഠം അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്നു. അത് എവിടെ ഇരിക്കേണ്ടതാണെന്ന് എബ്രായ ലേഖന എഴുത്തുകാരന് അറിയാത്തതുപോലെ തോന്നാം. ധൂപപീഠം അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്നതായി എബ്രായ ലേഖന കർത്താവ് എഴുതുവാൻ കാരണമെന്താണ്? അത് വിശുദ്ധ സ്ഥലത്തല്ലേ ആയിരിക്കേണ്ടത്? എബ്രായ ലേഖന എഴുത്തുകാരൻ എഴുതുമ്പോഴേക്കും ദേവാലയത്തിലെ തിരശീല 2ആയി ചീന്തപ്പെട്ടു പോയി. ക്രിസ്തു ഇവിടെ യാഗമായി തീരുകയും അവൻ്റെ ശരീരം നുറുക്കപ്പെടുകയും അവിടുന്ന് ക്രൂശിൽ മരിക്കുകയും ചെയ്തു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇന്ന് ധൂപപീഠം സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. നാം യേശുക്രിസ്തുവിൽ കൂടി ദൈവത്തിങ്കലേക്ക് കടന്നു ചെല്ലുന്നു. അവൻ നമ്മുടെ വലിയ മധ്യസ്ഥനാണ്. അവൻ നിൽക്കുന്ന സ്ഥലത്തെയാണ് ധൂപപീഠം കുറിക്കുന്നത്. നാം പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ചെല്ലേണ്ടതാണ്. ഞാൻ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവനാണ്, എനിക്ക് ദൈവത്തിങ്കിലേക്ക് നേരെ അങ്ങ് കടന്നു ചെല്ലാം എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇല്ല സുഹൃത്തെ, ഇല്ല. നിങ്ങൾക്ക് അപ്രകാരം ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ സാധ്യമല്ല. നിങ്ങൾ ക്രിസ്തുവിൽ കൂടിയാണ് ദൈവത്തിങ്കിലേക്ക് ചെല്ലേണ്ടത്. പ്രവേശനം ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അവനാണ് വഴിയും സത്യവും ജീവനും. അവൻ മുഖാന്തരമാണ്
ഓരോരുത്തരും പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത്. അവനാണ് നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത കഴിച്ചുകൊണ്ടിരിക്കുന്നു. മഹാപുരോഹിതൻ സമാഗമന കൂടാരത്തിൽ ധൂപപീഠത്തിൻ്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അറിയുന്നത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യമായിരുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നത് നമുക്കും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ക്രിസ്തു ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ. യേശു എന്തുകൊണ്ടാണ് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്തതെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. യേശുക്രിസ്തു ലോകത്തിനു വേണ്ടി മരിച്ചു. അവനെ സ്വീകരിക്കാത്തവർക്കും ക്രിസ്തുവിൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിൽ കൂടുതലായി ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. തന്നെ രക്ഷകനായി സ്വീകരിച്ചവർക്ക് വേണ്ടി അവൻ ഇന്ന് സ്വർഗത്തിൽ പിതാവിനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. യേശു എന്ന മധ്യസ്ഥൻ നമുക്ക് സ്വർഗത്തിലില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ അധികമൊന്നും നമുക്ക് നിറവേറ്റുവാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്നുള്ളത് എത്രയോ വിലപ്പെട്ട കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ആളത്വവും അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി നിവർത്തിച്ച പ്രവർത്തനവും മൂലം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നാം ഒരു പ്രാർത്ഥന വായിക്കുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നത്, അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമ്മെ അംഗീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും, മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിലും പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നാണ്. നാം അവൻ പറയുന്നത് കേൾക്കുക മാത്രമല്ല, അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കേണ്ടതുമാണെന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്ന്. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ ധൂപപീഠം മറ്റ് ഉപകരണങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പുരോഹിതന്മാർക്ക് മാത്രമേ ഇവിടെ ആരാധിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ഇവിടെ കടന്നു ചെല്ലുവാൻ ശ്രമിച്ച ഉസിയ രാജാവിനെ പോലും കുഷ്ഠരോഗം ബാധിച്ചതായി നാം കാണുന്നു. പുരോഹിതന്മാർക്ക് മാത്രമേ ഇന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. എന്നാൽ ഒരു മഹാസത്യം നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചൊരു ദൈവപൈതലായി തീർന്നിട്ടുള്ള ഓരോ ക്രിസ്തു വിശ്വാസിയും ഓരോ പുരോഹിതനാണ്. അതെ, രാജകീയ പുരോഹിത വർഗം. ഇന്ന് വളരെ പ്രചാരത്തിലിരിക്കുന്നൊരു ചിന്ത പറയാം. ഒരു വ്യക്തിക്ക് എന്തും ചെയ്യാം, ഏത് തെറ്റും ചെയ്യാം, ക്രിസ്തുവിനെ ത്യജിക്കാം, ദുർമാർഗത്തിൽ ജീവിക്കാം, എന്നിട്ട് പ്രശ്നം വല്ലതും ഉണ്ടാകുമ്പോൾ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റായ ചിന്ത. മറുപടി കിട്ടുമായിരിക്കും, പക്ഷേ ദൈവത്തെങ്കിൽ നിന്നായിരിക്കില്ല എന്ന് മാത്രം. ഈ ചലച്ചിത്രങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ മനുഷ്യനെ ഇളക്കണമെന്ന് മാത്രം ചിന്തയുള്ള ചില പ്രസംഗകർ ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഒരു സ്ഥലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് എന്ന് പറയും, പക്ഷേ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് ചെല്ലുമ്പോൾ സത്യം മറ്റൊന്നായിരിക്കും. അത്തരത്തിൽ താൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകില്ല എന്ന് ദൈവം വ്യക്തമാക്കുന്നു. പല ബിസിനസ്സുകാരുടെയും വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നവരുണ്ട്. അവരുടെ ബിസിനസ് ലാഭത്തിൽ പോകുവാനുള്ളൊരു ഉപാധി എന്നല്ലാതെ ഈ പ്രാർത്ഥനക്കാർക്കൊരു വിലയുമില്ല എന്നോർക്കണം. എന്നാൽ ബിസിനസ്സിൽ അവർ കാണിക്കുന്ന അനീതികളെ, അന്യായങ്ങളെ, അഴിമതികളെ പ്രാർത്ഥനക്കാർ ചൂണ്ടിക്കാണിക്കുകയുമില്ല. കാരണം അവരും പലപ്പോഴും താൽക്കാലിക ലാഭം മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നോക്കുന്നത്. അറിഞ്ഞ സത്യത്തിനനുസരിച്ച് പോകുന്നില്ല എങ്കിൽ ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുമെന്ന് ചിന്തിക്കേണ്ടതില്ല.
എന്ത് തെറ്റും കാണിച്ചതിന് ശേഷം ആണ്ടിലൊരിക്കൽ നല്ല തുക നേർച്ചയിട്ടാൽ ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്നിടത്തോളം മഠയത്തരം വേറെയില്ല. കാരണം നമ്മുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ നിഷേധാത്മകമായിട്ടല്ലേ പ്രതികരിക്കുന്നത്. എന്നെ അംഗീകരിക്കാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എൻ്റെ പ്രതികരണം എപ്പോഴും ഇല്ല എന്നുള്ളതായിരിക്കും. എങ്ങനെങ്കിലും ആളിനെ ഒഴിഞ്ഞു മാറുവാൻ ഞാൻ ശ്രമിക്കും. ദൈവം അവനെ അംഗീകരിക്കാത്ത ആളുകളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ചിന്തിക്കുന്നത് തന്നെ മഠയത്തരമല്ലേ? പുരോഹിതന്മാർക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന സ്ഥലമാണ് ധൂപപീഠം. അതുപോലെ തന്നെ പാപിയായ ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാവുന്ന ഏക പ്രാർത്ഥന ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ്. അങ്ങനെ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. രാവിലെയും വൈകിട്ടും സുഗന്ധ ധൂപം പീഠത്തിന്മേൽ കാട്ടേണ്ടതായിരുന്നു. മഹാപുരോഹിതനകത്ത് കടന്ന് പീഠത്തിന്മേൽ ധൂപം അർപ്പിക്കുമ്പോൾ അവൻ അല്പസമയം സമാഗമന കൂടാരത്തിൽ ചെലവഴിച്ചിരുന്നു. ആ സുഗന്ധം അവൻ്റെ വസ്ത്രങ്ങളിൽ മേൽ പറ്റിപ്പിടിക്കുകയും അവൻ പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് നല്ല വാസന ലഭിക്കുകയും ചെയ്തു. മഹാപുരോഹിതൻ ശരിയായ സുഗന്ധമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെളിയിലിരുന്ന ജനത്തിന് പറയുവാൻ കഴിയുമായിരുന്നു. ശ്രേഷ്ഠ മഹാപുരോഹിതൻ കടന്നുപോയപ്പോൾ ജനങ്ങൾ അവനെ മണത്തറിഞ്ഞു. എന്നാൽ ഇന്ന് അനേകം വിശുദ്ധന്മാരുടെയും പ്രശ്നം അവർ ശരിയായ സുഗന്ധം കൊടുക്കുന്നില്ല എന്നതാണ്. ശരിയായ സൗരഭ്യം പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചാൽ അത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വ്യാപിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾ സുഗന്ധധൂപമായി ദൈവസന്നിധിയിലേക്ക് ഉയരുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന പൊള്ളയായിരിക്കുന്നതിൻ്റെ കാരണം നാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രാർത്ഥന ആരാധനയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് മോശയെ പഠിപ്പിക്കുമ്പോൾ ദൈവം ഈ ധൂപപീഠത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായ അനുഭവങ്ങളിലൊന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് നാം വളരെയധികം പറയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുവോ എന്ന് സംശയിക്കത്തക്ക വിധമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി. രാവും പകലും തൻ്റെ ജനത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ തലയെ വെള്ളവും എൻ്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പ്രവാചകനായ യിരെമ്യാവ്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ തന്നെ എഴുന്നേറ്റ് നിലവിളിക്കുവാനും ഹൃദയത്തെ വെള്ളം പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പകരുവാനും അദ്ദേഹം ജനത്തെ ആഹ്വാനം ചെയ്തു. ഇത്തരം പ്രാർത്ഥനാ മനുഷ്യരെയാണ് ദൈവം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.